പത്രം ഞാൻ അത് കണ്ടിട്ടില്ല. ഇതെന്നൊന്ന് പുതിയ പരസ്യം പഴയതൊന്നും എടുത്തോക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രഭാഷകരൊക്കെ പഴയ കട്ടിങ്ങൾ എടുത്തൊക്കെ പഴയ കാലത്ത് ഇന്നതിന്റെ ആവശ്യമില്ല. അന്നത്തെ പത്രം നോക്കിയാൽ മതി. അതന്നെ എത്രയാ കുട്ടികളുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കാനായി നീലചിത്ര ക്ലിപ്പിങ്ങുകൾ അടങ്ങിയ മെമ്മറി കാർഡുകൾ വിൽക്കുന്നവരേറെ. കുട്ടികൾക്ക് പുതിയ ദൃശ്യങ്ങൾ കിട്ടാൻ പകരം മറ്റൊന്ന് നൽകുന്ന സമ്പ്രദായമുണ്ട്. ദൃശ്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ സ്വന്തം വീട്ടിലും അയൽപ്പക്കത്തെ കുളിമുറിയിലും വരെ മൊബൈൽ ഫോണുകളുമായി ഒളിച്ചു കയറുന്നിടത്തേക്ക് കുട്ടികളെ എത്തിക്കുന്നതും ഇതൊക്കെയാണ്. മധ്യ കേരളത്തിൽ 9ാം ക്ലാസ് വരെ ഉയർന്ന മാർക്ക് വാങ്ങിയിരുന്ന കുട്ടി 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ പെട്ടെന്ന് ഉഴപ്പനായി. ആരോടും അധികമൊന്നും സംസാരിക്കാതെയായി. സ്കൂളിൽ വരുന്നതും കുറഞ്ഞു വന്നു. വാർഷിക പരീക്ഷയ്ക്ക് 1 മാസം മുമ്പ് വീട്ടിനുള്ളിൽ കുട്ടി ജീവനൊടുക്കിയെന്ന വാർത്ത കേട്ടത് മറ്റു കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകാൻ എത്തിയവരാണ് ആത്മഹത്യക്ക് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്തിയത്. അവരെ അടുത്ത സുഹൃത്തുക്കൾ തന്നെ സൂചനകൾ നൽകി. അതനുസരിച്ച് സ്കൂളിന് സമീപത്തുള്ള ഇന്റർനെറ്റ് കഫേയിലെത്തിയ സൈബർ സംഘം തെളിവുകൾ കണ്ടെത്തി. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അശ്ലീല വെബ്സൈറ്റുകളുടെ ഷോർട്ട് കട്ട് ലിങ്കുകൾ കമ്പ്യൂട്ടറിന്റെ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിരിക്കുന്നു. നീലചിത്ര ക്ലിപ്പിങ്ങുകൾ നിറച്ച മൊബൈൽ ഫോൺ മെമ്മറി കാർഡുകളുടെ വിൽപ്പനയും അവിടെ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം പുറമെ സ്കൂളിലെ 50ഓളം കുട്ടികളുടെ മൊബൈൽ ഫോണുകളും ആ കഫേയിൽ നിന്ന് കണ്ടെത്തി. സ്കൂളിൽ നിരോധനം ഉണ്ടായിരുന്നതിനാൽ കുട്ടികൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചവയായിരുന്നു അവ. കുട്ടികളുടെ വീട്ടിലും അന്വേഷകരെത്തി. ചെറിയൊരു കുടിലായിരുന്നു അത്. കുട്ടിയുടെ പാഠപുസ്തകങ്ങളും മറ്റും പരിശോധിച്ച സംഘം അവിടെ നിന്ന് കണ്ടെത്തിയത് മൾട്ടിമീഡിയ സൗകര്യമുള്ള മൊബൈൽ ഫോൺ. കുട്ടിക്ക് സ്വന്തമായി ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു എന്ന് മാതാപിതാക്കൾ അറിയുന്നത് അപ്പോഴാണ്. ഇന്റർനെറ്റ് കഫേയിൽ എത്തിയ കുട്ടിയെ അവിടെ നിന്ന് പ്രകൃതി വിരുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ഥിരമായി ഉപയോഗിച്ചിരുന്നവർ വാങ്ങിക്കൊടുത്ത മൊബൈൽ ഫോൺ ആയിരുന്നു അതെന്ന് പിന്നീട് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. അങ്ങനെയുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ പഠിച്ചവനെ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ചിന്തിക്കണം എന്തൊക്കെയാണ് സംഭവം. വളരെ ചിന്തിക്കണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. എന്താണ് നമ്മളെ നാടായിപ്പോയത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇത് ഗൾഫുകാർ മാത്രമല്ല, പക്ഷേ ബാപ്പ കുടുംബത്തിലുണ്ടാവൽ ഇത് വലിയ. ഇന്റർനെറ്റിലും മൊബൈൽ ഫോണുകളിലും നഗ്നചിത്രങ്ങൾ പ്രചരിക്കുന്നുവെന്ന തന്റെ ശ്രദ്ധിക്കണം. ഒരു പെൺകുട്ടി ഇന്റർനെറ്റിലും മൊബൈൽ ഫോണുകളിലും തന്റെ നഗ്നചിത്രങ്ങൾ പ്രചരിക്കുന്നുവെന്ന വാർത്ത ഉത്തര കേരളത്തിലെ, അതായത് നമ്മുടെ നാട്ടിലെ, ഉത്തര കേരളം നമ്മളെ നാടാണ്, ഡിഗ്രി വിദ്യാർത്ഥിനി ഞെട്ടലോടെയാണ് കേട്ടത്. ഒരിക്കൽ പോലും അത്തരമൊരു സാഹചര്യത്തിൽ ബോധപൂർവം പെടില്ലെന്ന് ഉറപ്പുള്ള പെൺകുട്ടിക്ക് തന്നെക്കുറിച്ച് സുഹൃത്തുക്കൾ പറഞ്ഞ വാർത്ത അവിശ്വസനീയമായി തോന്നി. ദൃശ്യങ്ങൾ നേരിൽ കാണാൻ പെൺകുട്ടി തീരുമാനിച്ചു. തന്റെ നഗ്ന ദൃശ്യങ്ങൾ നേരിൽ കണ്ട പെൺകുട്ടി മറ്റൊന്നു കൂടി തിരിച്ചറിഞ്ഞു. ഈ ദൃശ്യങ്ങളെല്ലാം പകർത്തിയിരിക്കുന്നത് വീട്ടിൽ തന്റെ സ്വകാര്യ മുറിയിൽ നിന്ന് തന്നെ. ശ്രദ്ധിക്കുക. ഈ ദൃശ്യങ്ങളെല്ലാം പകർത്തിയിരിക്കുന്നത് വീട്ടിൽ തന്റെ സ്വകാര്യ മുറിയിൽ നിന്ന് തന്നെ. കോളേജിൽ നിന്ന് തിരികെ എത്തി വേഷം മാറുന്നത് മുതൽ വളരെ സ്വകാര്യമായ സന്ദർഭങ്ങളിൽ ഏതുവരെയുള്ള ദൃശ്യങ്ങളായിരുന്നു അവ. വീഡിയോ ദൃശ്യങ്ങൾ കണ്ട പെൺകുട്ടിക്ക് വീട്ടിനുള്ളിൽ കടന്നുകൂടിയ കള്ളനെ കണ്ടെത്താൻ എത്ര ശ്രമിച്ചിട്ടും സാധിച്ചില്ല. രഹസ്യമായി സൈബർ ക്രൈം അന്വേഷണ വിഭാഗവുമായി പെൺകുട്ടി ബന്ധപ്പെട്ടു. അവർ നടത്തിയ അന്വേഷണത്തിൽ വീട്ടിൽ കയറിക്കൂടിയ കള്ളനെ കയ്യോടെ പിടികൂടി. പെൺകുട്ടിയുടെ ബെഡ്റൂമിൽ രഹസ്യമായി സ്ഥാപിച്ച സ്വകാര്യ ക്യാമറയാണ് ആദ്യം കണ്ടുപിടിച്ചത്. ഈ വെബ് ക്യാമറയുടെ നിയന്ത്രണം തൊട്ടപ്പുറത്തെ മുറിയിൽ പെൺകുട്ടിയുടെ ഇളയ സഹോദരന്റെ കമ്പ്യൂട്ടറിൽ. എങ്ങനെയുണ്ട്? മനസ്സിലായില്ല. കോളേജ് പഠിക്കുന്ന പെൺകുട്ടിയുടെ ഇളയ സഹോദരൻ എന്നാൽ എത്ര സ്വന്തം അവന്റെ കമ്പ്യൂട്ടർ അവനത് നിയന്ത്രിക്കുന്നത്. എന്നിട്ട് അവൻ പുറത്തുകൊണ്ടേ വിൽക്കുക. ആര്? സ്വന്തം പെങ്ങളെ. ചിന്തിക്കണം. ഇതാണ് നമ്മുടെ നാട്. അപ്പുറത്തേക്കൊന്നും പറയാൻ കഴിയില്ല. അപ്പുറത്തേക്ക് പറയാൻ ധാരാളമുണ്ട്. അപ്പുറത്തേക്കൊന്നും പറയാൻ കഴിയില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മനുഷ്യന്മാരെ എന്തായിപ്പോയി നമ്മള്. അപ്പൊ നമ്മൾ ഇത് ഗൗരവമായി ചിന്തിക്കണം. നമ്മളെ നാട് പഴയ നാടാണ്. പഴയ ഗൾഫൊക്കെ ഇനി നടക്കുമെന്ന് വിചാരിക്കരുത്. നല്ല വാപ്പാരുണ്ടായിരുന്നു. വാപ്പാരുണ്ടായിരുന്നു ഒരളവോളം. അതൊക്കെ വലിയ കാര്യമാണ്. നല്ല വാപ്പാര് ആ കാലത്തുണ്ടായിരുന്നു. അവർക്ക് ബാപ്പാര് നല്ല ബോധം ഉണ്ടായി. ഇന്ന് ബാപ്പാന്റെ കയ്യിലാണ് റിമോട്ട് കൺട്രോൾ. ഇത് തന്നെ ഉണ്ട്. സഗീറിന്റെ വീട്ടില് ഉമ്മയാണ്. റിമോട്ട് കൺട്രോൾ ആർക്കും കൊടുക്കില്ല. ആ കുട്ടിന്റെ സഗീറിന്റെ ഈ പുസ്തകത്തിലുണ്ട് ഉമ്മാന്റെ കയ്യിലാണ്, അതായത് വല്യമാന്റെ കയ്യിലാണ് എന്ത് റിമോട്ട് കൺട്രോൾ. അവസാനം
പിന്നെ ഇറച്ചിക്കടയിലെ പൈസ കൊടുക്കാൻ വേണ്ടിയും കേബിളിന്റെ വാടക കൂടിയപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയും കൂടി അബുട്ടി വാങ്ങിയ 1/2 ഏക്കർ ഡ്രാഫ്റ്റ് വരാതെ ആയപ്പോ അബുട്ടിക്ക് അവിടെ ജോലി ഇല്ലാതെ, അപ്പൊ ഡ്രാഫ്റ്റ് വരാതെ ആയപ്പോ 1/2 ഏക്കർ കിട്ടിയ പൈസക്ക് വിറ്റിട്ട് പിന്നെ മൊബൈലിന്റെ ബില്ലും അടച്ചു തീർത്തു. അതേപോലെ തന്നെ എന്താ പറയാ കേബിൾ ടിവിന്റെ ബില്ലും അടച്ചു തീർത്തു.